ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പ്രധാനമന്ത്രിയോട് പരാതിപ്പെടാൻ തിരുമേനിമാർക്ക് ധൈര്യമില്ലേ എന്ന് മന്ത്രി ശിവൻകുട്ടി. അതെങ്ങനെയാ ശിവൻകുട്ടി? ആ കന്യാസ്ത്രീകള്, ഛത്തീസ്ഗഡില് അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകള് എന്റെ രൂപത്തിൽപ്പെട്ടവരല്ല. അങ്കമാലിയിൽ നിന്നും തലശ്ശേരിയിൽ നിന്നുമുള്ള കന്യാസ്ത്രീകളാണവര്. പിന്നെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പോലെയല്ല ഞങ്ങള്. ഓരോ രൂപതയിലെയും കാര്യങ്ങൾ നോക്കാൻ ഓരോ മെത്രാന്മാരെ വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങൾ തലയിടാറില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാര് എല്ലാവരുടെ കാര്യത്തിലും തലയിടും. ഞങ്ങള് അങ്ങനെ തലയിടുന്ന കൂട്ടത്തിലല്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഞങ്ങളുടെ സീറോ മലബാർ സഭയെക്കുറിച്ച് ഒരു ചുക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾ മണ്ടന്മാര്. എറണാകുളത്ത് പ്രശ്നം നോക്കൂ. ഇത്രയും വർഷങ്ങളായി ഞങ്ങൾ മെത്രാന്മാർ ആരെങ്കിലും കമാ എന്നൊരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? അതാണ് ഞങ്ങളുടെ അച്ചടക്കം. അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊക്കെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെടണ്ടേ? ദീപികയിൽ ലേഖനമെഴുതിയിട്ട് അരമനയിൽ കയറി പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെയും മന്ത്രി ശിവൻകുട്ടി, നിങ്ങൾക്ക് സീറോ മലബാർ സഭയിലെ കാര്യങ്ങൾ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. സർക്കുലർ എഴുതിയതിനു ശേഷം പ്രാർത്ഥിക്കൂ, ഉപവസിക്കൂ എന്നാണ് ഞങ്ങൾ എറണാകുളത്ത് നിലപാടെടുത്തിരിക്കുന്നത്. നിങ്ങൾ ശിവൻകുട്ടി പറയണു ദീപികയിൽ ഒരു ലേഖനം എഴുതിയതിനു ശേഷം അരമനയിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്ത പോരാണ്. ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണത്. ഒരു ലേഖനം എഴുതുക, ഒരു സർക്കുലർ എഴുതുക, പിന്നെ അരമനയിൽ കയറി പ്രാർത്ഥിക്കുക, ഉപവസിക്കൂ എന്ന് ജനങ്ങളോട് പറയുക. ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങളുടെ ഒരു ലൈൻ അങ്ങനെയാണ്. സർക്കുലർ എഴുതുക, അല്ലെങ്കിൽ ദീപിക ലേഖനം എഴുതുക, അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിച്ചിട്ട് ഒരു കാര്യം പറയുക. അതാണ് ഞങ്ങളുടെ ഒരു ലൈൻ. വേറൊരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല. ഈശോ മിശിഹായെക്കാളും മഹാത്മാഗാന്ധിയെക്കാളും അഹിംസാവാദികളാണ് ഞങ്ങൾ മെത്രാന്മാര്. ഞങ്ങളെ മെത്രാന്മാരെ ആക്രമിച്ചാൽ മാത്രമേ ആ നയത്തിൽ ഞങ്ങളൊരു മാറ്റം വരുത്തും. പിന്നെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും മന്ത്രി ശിവൻകുട്ടി പറയരുത്. ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്, CBCI. അതുകൊണ്ട് പ്രതികരിച്ചിട്ടില്ല എന്നൊന്നും ശിവൻകുട്ടി പറയരുത്. പിന്നെ ശിവൻകുട്ടി സൂക്ഷിച്ചോ, ഞങ്ങൾ തിരുമേനിമാരാണ്. ഞങ്ങളുടെ ശാപമാണ് നിങ്ങൾക്ക് വന്നു ഭവിക്കാനിരിക്കുന്നത്. പിന്നെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെടണ്ടേ എന്ന് മന്ത്രി ശിവൻകുട്ടി ചോദിക്കുന്നു. അത് അടുത്ത കാലത്തൊന്നും ഉണ്ടാകില്ല. തിരുമേനിമാർക്ക് ബോധ്യം വരാൻ ഈ അടുത്ത കാലത്തൊന്നും സാധിക്കില്ല. കാരണം അവരുടെ ധാർമ്മിക ബോധം അത് നഷ്ടപ്പെട്ടിട്ട് 25 വർഷം, അതായത് ജൂബിലി മത്സരമായിരുന്നു 2024. 1999 ഈ സീറോ മലബാർ സഭയിലെ മെത്രാന്മാര് ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുത്ത് ഒപ്പിട്ടു. ഏകീകൃത കുർബാന നടപ്പാക്കുമെന്നാണ് ഒപ്പിട്ടത് 1999. 2000 കർത്താവ് യേശു മിശിഹ ജനിച്ചതിന്റെ 2000 ജൂബിലി ആയിരുന്നത്. അതിനു മുമ്പാണ് ഞങ്ങൾ ഒപ്പിട്ടത് 99. ആ 99 ഒപ്പിട്ടതിന്റെ ജൂബിലി ആയിരുന്നു കഴിഞ്ഞ വർഷം 2024. ഈ 99 ഒപ്പിട്ട മെത്രാന്മാരില് പകുതി പേര് ആ ഒപ്പിട്ടതിന് വിപരീതമായിട്ട് മാർപ്പാപ്പിയെ ധിക്കരിച്ചു. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പിയെ 99 ഒപ്പിട്ടതിന് ശേഷം അതിന് വിപരീതമായി മെത്രാന്മാർ പെരുമാറി. അവരവരുടെ രൂപതകളിൽ ഇപ്പോ CBCയുടെ പ്രസിഡന്റൊക്കെ ആയിരിക്കുന്ന ആള് ഉൾപ്പെടെ 99 ഒപ്പിട്ടതിന് ശേഷം വിപരീതമായിട്ട് ചെയ്തു. മാർപ്പാപ്പിയെ ധിക്കരിച്ചു. ആര്? മെത്രാന്മാര്. ആരെങ്കിലും ഒരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് അതിന് വിപരീതമായിട്ട് ചെയ്യോ? ഒരല്പം ധാർമ്മിക ബോധമുള്ളവര് ചെയ്യില്ല. പക്ഷേ ഈ മെത്രാന്മാര് ചെയ്തു. അപ്പൊ തന്നെ അവർക്ക് ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടു. അന്ന് അവർ മാർപ്പാപ്പിയാണ് ധിക്കരിച്ചത്. അന്ന് മുതൽ ധിക്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ധിക്കാരത്തിനൊരു മാറ്റം വന്നത് 2021. അപ്പോഴേക്കും അവരുടെ കീഴിലുള്ള വൈദികരും ധിക്കാരം ശീലിച്ചു. മെത്രാന്മാർക്ക് മാർപ്പാപ്പയെ ധിക്കരിക്കാമെങ്കിൽ എന്തുകൊണ്ട് അച്ഛന്മാർക്ക് ധിക്കരിച്ചുകൂടാ? അതിന് തിരുത്തൽ വന്നത് 2021. പല രൂപതകളിലും ആ തിരുത്തൽ സംഭവിച്ച് നടത്തി. മനസ്സോടെയൊക്കെ ആണെങ്കിലും നടത്തി. പക്ഷേ എറണാകുളം അങ്കമാലി രൂപതയിൽ മെത്രാന്മാരുടെ ധിക്കാരത്തെ പിന്തുടർന്ന് അച്ഛന്മാരും
അൽമായറിൽ കുറെ പേരും ധിക്കാരം തുടരുകയാണ്. മെത്രാന്മാരെ അനുസരിക്കുകയാണ്, മെത്രാന്മാരെ അനുകരിക്കുകയാണ്. അവർ അനുകരിക്കുകയാണ്. ഈ മാർപ്പാപ്പയെ ഒപ്പിട്ട് കഴിഞ്ഞിട്ട്, ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ എന്നെ പോലെയുള്ളവരെ ധിക്കാരികൾ മുദ്രകുത്തി മറ്റ് സകല മെത്രാന്മാരെ അറിയിച്ചു. കണ്ടോ? മെത്രാന്മാർ ഒപ്പിട്ടിട്ട് അതിന് വിപരീതമായിട്ട് മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് മാണിപ്പറമ്പിലച്ചൻ, ഞാൻ. പക്ഷെ എന്നെ പോലുള്ളവരെ ധിക്കാരികൾ എന്ന് മുദ്രകുത്തി മറ്റ് അരമനകളിലും മെത്രാന്മാരേക്ക് അറിയിച്ചു. ആ മറ്റ് മെത്രാന്മാര് ഈ എന്റെ രൂപതയിൽ നിന്നുള്ള സന്ദേശമാണ് സ്വീകരിച്ചത്. അതായത് മാണിപ്പറമ്പിലച്ചൻ ധിക്കാരിയാണ്, മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കുന്നത് തെറ്റായിരിക്കും എന്ന് പറഞ്ഞ എന്നെ ധിക്കാരിയായിട്ട് മുദ്രകുത്തി. കണ്ടോ? മാർപ്പാപ്പയെ അനുസരിക്കണമെന്ന് പറഞ്ഞ എന്നെ ധിക്കാരിയായിട്ട് മുദ്രകുത്തി നാട്ടുകാർ മുഴുവൻ അറിയിച്ചു. നാട്ടുകാർക്ക് വേറെ അത് വിശ്വസിക്കാനല്ലേ അവർക്ക് തോന്നുക. കന്യാസ്ത്രീമാരും അച്ഛന്മാരും ഒക്കെ ഇത് കേട്ട് അത് പ്രചരിപ്പിച്ചു. ശിവൻകുട്ടി, പിണറായി വിജയൻ, പി രാജീവ്, അങ്ങനെയുള്ള മന്ത്രിമാരൊക്കെ ഇല്ലേ, വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് ചന്ദ്രശേഖർ, നിങ്ങള് ഞങ്ങളുടെ മെത്രാന്മാരെ എറണാകുളത്തിന്റെ കാര്യത്തിലും വിമർശിക്കൂ, കഠിനമായി വിമർശിക്കൂ. ചിലപ്പോ അവർക്ക് ചൂട് പിടിക്കാം. ഞങ്ങൾ സഭ മുഴുവൻ പറഞ്ഞിട്ടും അവർക്ക് അനക്കൊന്നുമില്ല. ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, ലത്തീൻ സഭ, അതുപോലെ CSI സഭ, മാർത്തോമ സഭ, ഇങ്ങനെ സകല സഭകളിലെ മെത്രാന്മാരെ, അച്ഛന്മാരെ, നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ സീറോ മലബാർ സഭയിൽ മെത്രാന്മാരെ വിമർശിക്കൂ, പരിഹസിക്കൂ, ആക്ഷേപിക്കൂ. ചിലപ്പോ അവർക്ക് അനക്കം വെച്ചേക്കാം. സഭ മുഴുവനും ശ്രമിച്ചിട്ടും റോമ ശ്രമിച്ചിട്ടും തോറ്റുകിടക്കുകയാണ്. നിങ്ങളൊന്ന് കളിയാക്കിയാൽ, ആക്ഷേപിച്ചാൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു അനക്കം വെച്ചേക്കാം. കാരണം ഇന്ന് നാനാവശത്തു നിന്നും ആക്രമണം ഉണ്ടായപ്പോഴാണ് ഈ കന്യാസ്ത്രീമാരുടെ കാര്യത്തില് ഈ പ്രതിഷേധം ഒരു പത്രസമ്മേളനത്തിലോ ഒരു പരാതി കൊടുക്കുന്നതിലോ മാത്രം പോരാ എന്ന് ഞങ്ങളുടെ മെത്രാന്മാർക്ക് തോന്നിയത്. ഇനി നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ സഭയുടെ കാര്യത്തിൽ ഞങ്ങളുടെ മെത്രാന്മാർ ഇടപെടുമെന്ന് നിങ്ങൾ പേടിക്കേണ്ടതേയില്ല. ഞങ്ങളുടെ രൂപതയെ വിട്ട് പുറത്തൊരു കാര്യത്തിലും ഇടപെടുകയില്ല. അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ ഞങ്ങൾ വർഷങ്ങളായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ, ഈ ഛത്തീസ്ഗഡില് കന്യാസ്ത്രീമാരെ ആക്രമിക്കപ്പെട്ടതിന്റെ കാര്യത്തില് നാനാവശത്തു നിന്നും, അതായത് കേരള സമുദായത്തിന്റെയും ഭാരത സമുദായത്തിന്റെയും സകല സ്ഥലത്തും സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ചില പ്രതികരണങ്ങൾ ഞങ്ങൾ ചെയ്തു പോയത്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് നടത്തിയതാണ്. ഈ ലോകത്തുള്ള സകല ആളുകളും കത്തോലിക്ക സഭയെ ആക്ഷേപിച്ച് ഇല്ല എന്താണ് പ്രതികരിക്കാത്തതെന്ന് ചോദിച്ച് അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചു പോയതാണ്. എന്തുകൊണ്ടാണ് ലോകത്തുള്ള സകലരും സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ ആക്രമിക്കുന്നത്? വഴിയെ പോകുന്നവർക്കെല്ലാം കൊട്ടാവുന്ന ചെണ്ടയായി മെത്രാന്മാർ അധപതിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.